നമസ്കാരം. നമ്മുടെ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരാൻ പോവാണ്. കേസുകളൊക്കെ ഏകദേശം തീരുമാനമായി. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഈ കേസൊന്നും നിലക്കില്ല. അത് കേസ് എടുത്ത പിണറായിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതൊന്നും നിലക്കാത്ത കേസുകളാണ്. ആ കേസുകളൊന്നും നിലക്കില്ല. പക്ഷേ ആ യുവത്വം തകർക്കലായിരുന്നു ഒരാവശ്യം. അതായത് പിണറായി വിജയ എന്ന് ഉറക്ക മൈക്കിലൂടെ രാഹുൽ മാങ്കൂട്ടം വിളിച്ചു. മൂപ്പര് അപ്പ കോർട്ടിൽ വെച്ച് നടക്കുന്നുണ്ടെങ്കിൽ പക വീട്ടാൻ, പക വീട്ടുന്നതിൻ്റെ ഉസ്താദാണ് പിണറായി വിജയൻ. അപ്പം സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ആ വാർത്ത നമുക്കൊന്ന് കേൾക്കാം. രാഹുൽ മാങ്കൂട്ടം സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരും. രാഹുൽ വീണ്ടും ജനപ്രതിനിധിയാകുന്നു. ഭാവിയിൽ അയാൾ കേരളത്തിൻ്റെ മന്ത്രിയാകും. ആകാംക്ഷയോടുകൂടി നിരവധി മലയാളികൾ ഉത്തരം തേടുന്ന ചോദ്യങ്ങളാണിത്. നമുക്കറിയാം, രാഷ്ട്രീയ ജീവിതത്തിൽ ഗ്ലാമറിൻ്റെ പാരമ്യതയിൽ നിൽക്കുമ്പോഴാണ് പീഡന കേസുകളിൽ പ്രതിയായി രാഹുൽ മാങ്കൂട്ടം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം സംജാതമായത്. 3 പീഡന കേസുകളാണ് അയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ പീഡന കേസുകളിൽ പ്രതിസ്ഥാനത്തുള്ളത് കൊണ്ട് മാത്രമാണ് രാഹുലിന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുവാൻ അവസരം നിഷേധിക്കപ്പെട്ടത്. ഏതൊക്കെയാണെങ്കിലും ഈ കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടെങ്കിൽ മാത്രമേ രാഹുലിന് സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുവാൻ സാധ്യതകളുള്ളൂ എന്നാണ് പൊതുവിലയിരുത്തൽ. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡന കേസുകൾ റദ്ദാകാൻ പോകുന്നു എന്ന വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വെറുതെ സംസ്ഥാന സർക്കാരോ പോലീസോ അല്ല ഈ കേസുകൾ റദ്ദാക്കാൻ പോകുന്നത്. നേരെ മറിച്ച് കൃത്യമായ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെയുള്ള പീഡന കേസുകൾ റദ്ദാകാൻ പോകുന്നത്. ഈ വിധിയുടെ വിശദാംശങ്ങളിലേക്കും വിശകലനങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് കേരള സ്പീക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3 പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. 3 പീഡന കേസുകളിലെയും ആക്ഷേപം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയാൾക്കെതിരെയുള്ള കുറ്റാരോപണം എന്ന് പറയുന്നത്, വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ളതാണ്. രാഹുലിനെതിരെയുള്ള ആദ്യ 2 കേസുകളിലും പരാതിക്കാർ എന്ന് പറയുന്നത് വിവാഹിതരായ സ്ത്രീകളായിരുന്നു. പരസ്പര സമ്മതത്തോടുകൂടിയുള്ള ബന്ധമായിരുന്നുവെന്നും അതിനാൽ തന്നെ താൻ ഈ രാജ്യത്തെ ഒരു നിയമങ്ങളും ലംഘിച്ചിട്ടില്ല എന്നുമുള്ള വാദമുഖമാണ് ആരോപണവും കേസുകളും ഉണ്ടായ ആദ്യഘട്ടം മുതൽ ഇന്ന് വരെ രാഹുൽ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ രാഹുലിന് അനുകൂലമാകുന്ന, പരാതിക്കാർക്ക് തിരിച്ചടിയാകുന്ന നിർണായകമായ വിധിയാണ് സുപ്രീം കോടതി ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി ജസ്റ്റിസുമാരായ BV നാഗരത്ന, ഉജ്വൽ ഭയ്യാൻ എന്നിവരാണ് രാഹുലിന് അനുകൂലമായിട്ടുള്ള ഈ വിധി പ്രസ്താവം നടത്തിയിട്ടുള്ളത്. ഈ സുപ്രീം കോടതി ബെഞ്ചിൻ്റെ നിരീക്ഷണം അനുസരിച്ച് വിവാഹിതരായ സ്ത്രീകൾക്ക് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ചൂഷണം നടന്നു എന്ന പരാതിയുമായി കോടതിയെയോ പോലീസിനെയോ സമീപിക്കുവാൻ കഴിയില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. വെറുതെ അങ്ങ് വ്യക്തമാക്കുകയല്ല, ഹിന്ദു വിവാഹ നിയമത്തിലെ ഏടുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഹിന്ദു വിവാഹ നിയമം അനുസരിച്ച് വിവാഹിതരായ ഒരു വ്യക്തിക്ക് ആ വിവാഹബന്ധം നിലനിർത്തിക്കൊണ്ട് മറ്റൊരു വിവാഹബന്ധത്തിലേക്ക് പോകുവാനുള്ള നിയമസാധുത ഇല്ല. അതുകൊണ്ട് തന്നെ വിവാഹിതയായ ഒരു സ്ത്രീ തന്നെ മറ്റൊരാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ വിവാഹിതയായ ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന പരാതി നൽകാൻ പോലും അർഹതയില്ല എന്നും സുപ്രീം കോടതി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഇതെങ്ങനെ ആശ്വാസകരമാകുന്നു എന്നതാണ് ഇനി പരിശോധിക്കേണ്ടത്. നമുക്കറിയാം, രാഹുലിനെതിരെ നൽകപ്പെട്ടിട്ടുള്ള 3 പീഡന പരാതികളിൽ 2 കേസുകളിലെയും ഒന്നാമത്തെയും രണ്ടാമത്തെയും കേസുകളിലെ പരാതിക്കാർ എന്ന് പറയുന്നത് വിവാഹിതരായ സ്ത്രീകളായിരുന്നു. ആദ്യ കേസിലെ പരാതിക്കാരി ഒരു മാധ്യമ പ്രവർത്തകയാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളും സമൂഹ മാധ്യമ പരാമർശങ്ങളും സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കേസിലെ പരാതിക്കാരി ഒരു വിദേശ മലയാളിയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ 2 സ്ത്രീകളും രാഹുലുമായി ബന്ധം സ്ഥാപിച്ചതും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതും ഇവർക്ക് ഭർത്താക്കന്മാരുണ്ടായിരുന്ന ഘട്ടത്തിൽ തന്നെയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നിയമപരമായി വിവാഹിതരായിരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇവർ പരപുരുഷനായ രാഹുലുമായി ബന്ധം സ്ഥാപിച്ചത്. നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതിയുടെ നിയമം അനുസരിച്ച് പ്രായപൂർത്തിയായ 2 വ്യക്തികൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് അവർക്ക് പരസ്പരം സമ്മതമാണെങ്കിൽ നിയമപരമായി അതൊരു ക്രിമിനൽ കുറ്റമല്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ 2 കേസുകളിലെയും പരാതിക്കാർ വിവാഹിതരായതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആദ്യ 2 പീഡന കേസുകളും റദ്ദാകുമെന്നുള്ള സൂചനയാണ് നിയമവൃത്തങ്ങൾ നൽകുന്നത്. അങ്ങനെ സംഭവിച്ചാൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ മടങ്ങിവരവിന് ഏറെ സഹായകരമാകുന്ന ഒരു കാര്യമായിരിക്കും അത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി 3ാമത്തെ പീഡന കേസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ പരാതിക്കാരിയുടെ മൊഴി പോലും ഔപചാരികമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കേസിന്റെ കുറ്റപത്രം കോടതി മടക്കി അയച്ചിരിക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ ടെക്നിക്കലായി രാഹുലിനെതിരെയുള്ള 3 പീഡന കേസുകളും ആവിയാകാൻ പോകുകയാണ്, റദ്ദാകാൻ പോകുകയാണ്. തങ്ങളെ വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ പീഡിപ്പിച്ചു എന്ന പരാതിക്കാരുടെ അല്ലെങ്കിൽ ഇരകളുടെ ഇരവാദത്തെ സുപ്രീം കോടതി എടുത്ത് ചവറ്റുകൊട്ടയിലെറിഞ്ഞു എന്ന് വേണമെങ്കിലും പറയുവാൻ സാധിക്കും. ഇനി സുപ്രീം കോടതി ഏത് പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു വിധി പ്രസ്താവം നടത്തിയത് എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ഡൽഹി സ്വദേശിനിയായ ഒരു അഭിഭാഷക നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരെ പീഡിപ്പിക്കപ്പെട്ട ഒരു കേസിന്റെ വാദം കേൾക്കവെയാണ് ആ കേസ് തീർപ്പാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഇത്തരമൊരു വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്.
ഈ പരാതിക്കാരിയായ ബലാത്സംഗ പരാതി നൽകിയ അഭിഭാഷക മറ്റൊരാളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു അഭിഭാഷകനുമായി ശരീരം പങ്കുവെക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം ഈ അഭിഭാഷകൻ തന്നെ ശാരീരികമായി ലൈംഗികമായി ചൂഷണം ചെയ്തത് വിവാഹ വാഗ്ദാനം നൽകിയിട്ടാണ് എന്ന പരാതിയുമായിട്ടാണ് അവർ പോലീസിനെ സമീപിച്ചത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അഭിഭാഷകനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുക്കുകയും ചെയ്തു. ഇതിനെതിരായി പോലീസിന്റെ ഈ നടപടിക്കെതിരായി തനിക്കെതിരായിട്ടുള്ള കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിയായ അഭിഭാഷകൻ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ ഒരു കേസിൽ തീരുമാനമാക്കിക്കൊണ്ട് തന്നെയാണ് അഭിഭാഷകയ്ക്ക് വിവാഹിതയായതിനാൽ തന്നെ വിവാഹ വാഗ്ദാനം നൽകി മറ്റൊരാൾ പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു എന്ന പരാതി നൽകുവാൻ അർഹതയില്ല എന്നും വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ മറ്റൊരാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പരാതിപ്പെട്ടാൽ കേസെടുക്കാനാവില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടെ ആ കേസ് മാത്രമല്ല സുപ്രീം കോടതി തീരുമാനമാക്കിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള 2 കേസുകൾ റദ്ദാകുമെന്ന വിലയിരുത്തലിലേക്ക് നിയമവൃത്തങ്ങൾ എത്തിച്ചേരുന്നത്. അതായത് സുപ്രീം കോടതി ആ കേസിൽ അഭിഭാഷകനെ കുറ്റവിമുക്തനാക്കുകയോ ആ കേസിന്റെ FIR റദ്ദാക്കുക മാത്രമല്ല ചെയ്തത്, നേരെ മറിച്ച് വളരെ കാര്യഗൗരവമുള്ള ഒരു നിരീക്ഷണം പങ്കുവച്ചിട്ടുമുണ്ട്. അത് വിധി പ്രസ്താവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അതനുസരിച്ചാണ് ആ വിധിയിൽ വിവാഹിതയായ സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി തന്നെ മറ്റൊരാൾ പീഡിപ്പിച്ചു എന്ന് പരാതി നൽകുവാൻ അർഹതയില്ല എന്ന നിരീക്ഷണം അല്ലെങ്കിൽ വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം കേസുമായി ഒരുപാട് സമാനതകളുള്ള, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള 1ാമത്തെയും 2ാമത്തെയും പീഡന കേസുകളുമായി ഒരുപാട് സമാനതകളുള്ള ഒരു കേസാണ് സുപ്രീം കോടതിയും പരിഗണിച്ചത്. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി പ്രസ്താവം നടത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടം കേസിലെ ആദ്യ 2 പരാതിക്കാരുടെയും ഇരവാദങ്ങളാണ് സുപ്രീം കോടതി തള്ളിക്കളയുന്നത്. ആദ്യ 2 കേസുകളിലെയും പരാതിക്കാർ വിവാഹമോചിതരാവാത്തതുകൊണ്ടും അവർ മറ്റൊരു വിവാഹബന്ധം നിലനിൽക്കെ തന്നെ രാഹുലുമായി ബന്ധം സ്ഥാപിച്ചതുകൊണ്ടും രാഹുൽ മാങ്കൂട്ടം അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിൽ അടിസ്ഥാനമില്ല എന്ന വിലയിരുത്തലിലേക്കാണ് ഇനി നിയമവൃത്തങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ സുപ്രീം കോടതി വിധിയുടെ വിശദാംശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിച്ചാൽ തന്നെ അയാൾക്ക് പുഷ്പം പോലെ ഈ കേസുകൾ റദ്ദാക്കിയെടുക്കുവാൻ സാധിക്കും. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇരട്ടി ആനുകൂല്യം ലഭിക്കുന്നുണ്ട് എന്നതും വസ്തുതയാണ്. സ്വാഭാവികമായും ഈ കേസുകളിൽ നിന്നെല്ലാം വിചാരണ പ്രക്രിയ പൂർത്തിയായി കോടതി വിധി പറയുമ്പോൾ രാഹുൽ മോചിതനാകുമെന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ സജീവമായിരുന്നു. എന്നാൽ ഈ കേസിന്റെ വിചാരണ നടപടികൾ അനന്തമായി നീണ്ടുപോകുമ്പോൾ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിവരുവാനുള്ള രാഹുലിന്റെ സാധ്യതകളും വൈകുന്നതായി വിലയിരുത്തപ്പെടുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ വിചാരണ നടപടികൾ പോലും പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് കേസ് തന്നെ അടിയന്തിരമായി റദ്ദ് ചെയ്യുവാൻ കഴിയുന്ന രീതിയിലുള്ള വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ പശ്ചാത്തലത്തിൽ രാഹുൽ എത്രയും പെട്ടെന്ന് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് അറിയുവാൻ കഴിയുന്നത്. നേരത്തെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരുന്ന ചില നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് രാഹുൽ തനിക്കെതിരെയുള്ള പീഡന കേസുകൾ റദ്ദ് ചെയ്യുവാൻ നീങ്ങുമെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. മറുനാടൻ മലയാളി അടക്കമുള്ള മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടം 100% കേസിൽ നിന്ന് മുക്തനാകുമെന്നും രാഹുലിനെതിരെയുള്ള പീഡന കേസുകൾ റദ്ദാകുമെന്നും ഉറപ്പ് നൽകുന്ന രീതിയിലാണ് സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. രാഹുലിന് നീണ്ട നിയമ പോരാട്ടങ്ങൾ പോലും ഇതിന്റെ പേരിൽ നടത്തേണ്ടുന്ന സാഹചര്യവും നിലനിൽക്കുകയില്ല. രാഹുൽ മാങ്കൂട്ടത്തെ സ്നേഹിക്കുന്ന കോൺഗ്രസ് UDF പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണിത്. അപ്പോൾ കേസുകളൊക്കെ പൊളിയുന്ന രീതിയിലുള്ള കേസുകളാണ്. ഭർത്താവിൻ്റെ ഒപ്പം നിന്നോര് ഇങ്ങോട്ട് പ്രേമിക്കുക, ഭർത്താവ് ഒഴിവാക്കി പോയോര് ഇങ്ങോട്ട് പ്രേമിക്കുക, എന്നിട്ട് അതിനൊക്കെ പീഡനം എന്ന് പറയാം. അപ്പം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെ അന്ന് പല കളികളും നടന്നിട്ടുണ്ട്. അതാണ് വെളിച്ചത്തിൽ വരേണ്ടത്. CPMന്റെ നേതൃത്വത്തിൽ പല കളികളും അന്ന് നടന്നിട്ടുണ്ട്. രാഹുലിനെ പ്രതിയാക്കാനും രാഹുലിൻ്റെ പ്രതിച്ഛായ തകർക്കാനും രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാനും ഒക്കെ ഓടി നടന്ന റിപ്പോർട്ടർ ചാനൽ മൊട്ട അരുൺകുമാർ അടക്കം CPMന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചവരുടെ എല്ലാ കള്ളക്കളികളും വെളിച്ചത്ത് കൊണ്ടുവരണം. ഇപ്പോൾ UDFന്റെ ഭരണം നടക്കുന്നത് ഇതൊക്കെ അന്വേഷിക്കണം. ആരൊക്കെ ഇതിൻ്റെ പിന്നിൽ കളിച്ചു? നിരവധി നേതാക്കന്മാർ BJPയിലും CPMലും തമ്മാടിത്തരങ്ങൾ കാട്ടി പീഡനങ്ങൾ കാട്ടി ഇറക്കുന്നുണ്ട്. ഒറ്റ 1 മണിക്കൂർ കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ടില്ല. ഒക്കെ തടി തപ്പിയേക്കാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അടിച്ചൊതുക്കി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇല്ലാതാക്കാനുള്ള ശ്രമം നടന്നു. ഇനി രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിലേക്ക് തിരിച്ചു വരണം. ഒന്നുകിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിട്ട് രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണം. അതിന് ഹൈക്കമാൻഡ് കണ്ണു തുറക്കണം, കോൺഗ്രസ് നേതാക്കൾ കണ്ണു തുറക്കണം.